ഇപ്പം ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഏജിൻ്റെ കോഴ്സ് പഠിച്ച ഒരാൾ നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കാണുന്നതും അല്ലാണ്ട് ഇപ്പം സർട്ടിഫിക്കറ്റ് അല്ലാത്തവരൊക്കെ ഉണ്ട് കോച്ച്, അവർ പറഞ്ഞു കൊടുക്കുന്നതും നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കിയ കാര്യങ്ങളല്ല, ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു എന്ന് ക്ലാസ്സിന് വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാവുക. പിന്നെ ഈ ലേഡീസ് ആകുമ്പം അവർക്ക് ഓൾറെഡി മൈൻഡിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതല്ല കറക്റ്റായിട്ടുള്ളത് എന്നുള്ളത് ഈ ക്ലാസ്സിന് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുമ്പോഴാണ് നമുക്കത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. കാരണം നമുക്ക് ഈ കേൾക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. മീൻസ് നമ്മുടെ ക്ലയൻസിന് ആ രീതിയിൽ അവർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ പഠിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ സാറ് പറഞ്ഞു തരുന്നത് അത്രയും ഈസി ആയിട്ട് പറഞ്ഞു തരുന്നത്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത്. സൂപ്പറാണ്. പ്രാക്ടിക്കൽ ക്ലാസ് ഓൾസോ ഭയങ്കര രസമാണ്. നമുക്ക് എങ്ങനെ ടൈം കിട്ടിയാലും ഇല്ലെങ്കിലും പ്രാക്ടിക്കൽ ക്ലാസ് മുടക്കാൻ പറ്റില്ല. പക്ഷേ മറ്റേത് ലൈവ് ക്ലാസ് ഞാൻ റെക്കോർഡ് ക്ലാസ് ആയാലും ലൈവ് ക്ലാസ് ആണ് ചെയ്യലുണ്ട്. എൻ്റെ പേര് സൗമ്യ. ഒരു മൂന്ന് വർഷത്തിന് മേലെ വർക്കൗട്ട് തന്നെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഫീൽഡ് ഭയങ്കര താല്പര്യമാണ്, എങ്ങനെയാണെങ്കിലും ഭയങ്കര താല്പര്യമായിട്ട് തന്നെ പോകുന്നതാണ്. അങ്ങനെ അധികം മുടക്കാറൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്നൊരു ചാൻസ് കിട്ടി, ട്രെയിനറാവാൻ പറ്റുമോ എന്നുള്ളൊരു ചാൻസ് കിട്ടിയപ്പം അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഗ്രീൻ ഫിറ്റ്നസിനെ കുറിച്ച് നമ്മളത് സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഗ്രീൻ ഫിറ്റ്നസിൻ്റെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ച് ഓക്കെ, അപ്പോൾ ഞാനിതിൽ ജോയിൻ ചെയ്തു. ഡിസംബർ 10 ആ ബാച്ചാണ്. ഓക്കെ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്തായാലും.